ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6 മണിയായി. 5:45 അലാമൊക്കെ വെച്ച് അലാം കഴിഞ്ഞ് ഞാൻ 10 മിനിറ്റും കൂടെ അലാം ഓഫ് ചെയ്ത് കിടന്നുറങ്ങിപ്പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് എണീറ്റ് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ അലാം അടിഞ്ഞ് പിന്നെ അതൊന്ന് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല സുഖമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടൂലേ. അങ്ങനെ ഞാൻ കുറച്ച് സമയം വെറുതെ കളഞ്ഞു. ഇനി ഇങ്ങനെ ഇരിക്കാൻ ടൈമില്ല. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അവർ മദ്രസയിലോട്ടൊക്കെ വിടണം. പിന്നെ അത് കഴിഞ്ഞ് മനുവിൻ്റെ സെക്കൻഡ് ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കണം. IVRD അറിയാലോ, പൂച്ച മാന്തിയ വിശേഷങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് ഡോസ് കൊടുത്തത് മെനിയാന്നാണ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡോസ് കൊടുക്കണം. ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു ഡോസും കൂടെ ഉണ്ട്. അങ്ങനെ 3 ഡോസാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇറ്റ്സ് മീ യുവർ അഫ്സി. വെൽക്കം ടു അഫ്സീസ് വേൾഡ്. അപ്പോൾ ഇതാ മനുസാർ എണീറ്റിട്ടുണ്ട്, ദിനു എണീറ്റില്ല. ദിനു ഉറക്കം തന്നെയാണ്. മനുത അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേ മനു എണീറ്റ് പല്ല് തേക്കുന്ന തിരക്കിലാണ്. എന്താ മനു അന്തമായിട്ട് നിൽക്കണേ? ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോണ്ടേ? അപ്പോൾ അതാ ഞാൻ എൻ്റെ അങ്കത്തട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ സ്കൂളില്ല. ലഞ്ച് ബോക്സ് ഒന്നും റെഡിയാക്കണ്ട. സാധാരണ കിച്ചണിലുണ്ടാവുന്ന രാവിലത്തെ റഷ് ഇന്നില്ല കേട്ടോ. പിന്നെ പണി കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടിയും പിന്നെന്താ ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കലക്കി കുത്തിയിട്ടൊരു ദോശ, അതാണ് നീർദോശ കേട്ടോ. പിന്നെ ഞാൻ കറിയായിട്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഉപ്പ വരുമ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇന്നലെ ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ചൂടാക്കിയിട്ട് ഇന്നും കൂടെ കഴിക്കണം. പെട്ടെന്ന് ഇറങ്ങണം. 10 മണിയായി. ക്ലാസ് വിട്ടിട്ടുണ്ടാവും. എന്നെ കണ്ടില്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് നടക്കും. കുറച്ച് നടക്കാനുണ്ടല്ലോ, മദ്രസിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് നടക്കും. വെറുതെ നടത്തിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ മദ്രസ വിടുന്ന ടൈം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കുമ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോട്ടെ. ഇനി വേറെ വർത്താനല്ല. ഓക്കെ, ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചു അത് തന്നെ നടന്നു കേട്ടോ ഗൈസ്. ഞാൻ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പോഴേക്ക് ആശാന്മാർ എന്നെ തിരക്കി വേറെ വഴി കൂടെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അവിടെ കാണാനെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ അവരെ കണ്ടുപിടിച്ച്. സാരല്ല, വഴിയെ കൂടെ വിളിച്ച് തോന്നിയിട്ടല്ലേ.
ഇനി അടുത്ത ഷോട്ടും കൂടെ കഴിഞ്ഞാൽ അപ്പം കഴിഞ്ഞു. ഇനി ഒരു തവണയും കൂടെ. ഇനി പൂച്ചനെ കാണുമ്പോൾ ഇത് ഓർക്കണം കേട്ടോ മനു. വാ വാ. സാരല്ല, കഴിഞ്ഞ് കഴിഞ്ഞടാ. വാ പോവാ. നടക്ക്. ബാഗ് എവിടെ? അങ്ങനെ സെക്കൻഡ് ഡോസും കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ. എന്നെ തിരക്കിയിട്ട് വീട്ടിലേക്ക് തെരഞ്ഞു പോയ ധീര കഥ രണ്ടാളും ഇങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ എനിക്ക്. ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ കൂടണം കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.